ഹായ് മിറക്കിൾ മേക്കേഴ്സ്, ഞാൻ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കോച്ച്. നമുക്ക് എങ്ങനെ നമ്മളുടെ ഒരു തീവ്രമായ ആഗ്രഹം ഒരു 24 അവേഴ്സിനുള്ളിൽ നേടിയെടുക്കാം എന്നത് നോക്കാം. നമുക്കൊരാഗ്രഹം എത്ര തീവ്രമായിട്ടുണ്ടോ അത്രയധികം വളരെ തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് ആ ഒരു ആഗ്രഹം അത്രയും പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഒരുപാട് ഹയർ ലെവലിൽ നിൽക്കുന്ന വ്യക്തികൾ പറഞ്ഞിട്ടുള്ളത്. റൂമി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹത്തിന്റെ തീവ്രത അനുസരിച്ചായിരിക്കും നമ്മൾ അതിലേക്ക് എത്തപ്പെടുന്നതിന്റെ ദൂരം അല്ലെങ്കിൽ അതിന്റെ വേഗത അളക്കുന്നത്. അത്രയും തീവ്രമായ ഒരു ആഗ്രഹം നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സുമായിട്ട് അലൈൻ ആയിരിക്കണം. അതായത് യൂണിവേഴ്സിന്റെ എനർജി ലെവലുമായിട്ട് നമ്മളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആ ഒരു എനർജി ലെവൽ അല്ലെങ്കിൽ ആ ഒരു ചിന്താതലം ഉയർന്നതാകണം. അപ്പോൾ മാത്രമാണ് നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എങ്ങനെ നമ്മുടെ യൂണിവേഴ്സുമായിട്ട് അലൈൻ ആകാൻ പറ്റും? നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളുടെ റീപ്രോഗ്രാമിംഗ് വഴി, അതേപോലെ തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതിലൂടെ, അതുപോലെ നമ്മളെ ഹീൽ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾക്ക് നമ്മളുടെ വൈബ്രേഷനെ അല്ലെങ്കിൽ എനർജി ലെവലിനെ ഉയർത്തുവാൻ സാധിക്കുന്നതും യൂണിവേഴ്സുമായിട്ട് അലൈൻ ആകാൻ സാധിക്കുന്നതും. ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു കാര്യത്തിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് മാറുവാനായിട്ട് ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതല്ല, നിങ്ങൾക്കൊരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പിട്ട് നിങ്ങൾ സ്ട്രെസ്ഡ് ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പിട്ട് ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. അതല്ല, നിങ്ങൾ ഒരുപാട് ജോബ്സിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർവ്യൂ പോലും വരുന്നില്ല, ഒരു ജോലിയും ലഭിക്കുന്നില്ല, നിങ്ങൾക്കൊരു ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. ഇതൊന്നുമല്ല, സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു സാധനം കാണാതെ പോയി, ആ ഒരു സാധനം കണ്ടെത്തണം എന്നുണ്ടെങ്കിലും ഈ ടെക്നിക്ക് നമ്മൾക്ക് ഉപയോഗിക്കാം. ഇത്രയും വളരെ സിമ്പിൾ ആയൊരു ടെക്നിക്ക് എനിക്ക് തോന്നുന്നു വേറെ കാണില്ലായിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസസിനകത്ത് വേറെ കാണില്ല. ഇത് ഇത്രയേ ഉള്ളൂ. അതായത് രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് പറയുക. സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളൊക്കെ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് നമ്മൾക്കെല്ലാം ഒരു ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടായിരിക്കും. നമ്മൾ പക്ഷേ ദൈവത്തിനോട് എങ്ങനെയാണ് പറയുന്നത്? നമുക്ക് ദൈവത്തിന് പേടിയായിരിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ നമ്മൾ ദൈവത്തിനോട് കരഞ്ഞപേക്ഷിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ പറയുന്നത്? നമ്മൾ വെറുതെ കരയുക, നമ്മൾ നമ്മളിങ്ങനെ വളരെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് വളരെ ബഹളം വെച്ചിട്ട് പറയുക. ഇതിനേക്കാളൊക്കെ എഫക്റ്റീവാണ് നമ്മൾ ശാന്തമായിട്ടിരുന്ന് പറഞ്ഞു നോക്കിക്കേ. ശാന്തമായ മനസ്സിൽ നമുക്ക് എന്തിനുള്ള ഉത്തരവും ലഭിക്കും. നമ്മളുടെ മനസ്സാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിനകത്തുള്ളതെല്ലാം നമ്മളുടെ മനസ്സിലുമുണ്ട് എന്നതാണ് ഒരു ഫിലോസഫി. അപ്പോൾ നിങ്ങൾ ശാന്തമായിട്ടിരുന്നു കൊണ്ട് യൂണിവേഴ്സിനോടൊന്ന് പറഞ്ഞു നോക്കുകയും, അതായത് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഷോയിങ് മീ ദാറ്റ് മൈ പ്രോബ്ലം ഇസ് സോൾവ്ഡ്. ആ മൈ പ്രോബ്ലം എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് എൻ്റെ ഡ്രീം ജോബ് കിട്ടിയതിന്. താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് വളരെ സുന്ദരമായ ഒരു ജീവിതം തന്നതിന്. അങ്ങനെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരൊറ്റ സെൻസ്, എന്താണോ നിങ്ങളുടെ ഇഷ്യൂ, ഇപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടാത്തതാണെങ്കിൽ എന്താണ് വേണ്ടത്? ജോലി കിട്ടിയതായിട്ട് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് എൻ്റെ ഡ്രീം ജോബ് കിട്ടിയതിന് ഐ ആം ഹാപ്പി, താങ്ക് യു എന്ന് മാത്രം പറയുക. വളരെ ശാന്തമായിട്ട് നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പിട്ട് ആൽഫ സ്റ്റേറ്റിൽ പറയുന്നതാണ് ഇത് വളരെയധികം എഫക്റ്റീവ്. ആൽഫ സ്റ്റേറ്റ് എന്താണെന്നറിയോ? അതായത് നമ്മൾ വളരെ ശാന്തമായിട്ടിരിക്കുന്നതും പക്ഷെ ആ ഒരു ശാന്തതയിൽ നമ്മളുടെ മനസ്സ് വളരെയധികം ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വളരെയധികം വിശ്രമിച്ചിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മൈൻഡ് ആൽഫ സ്റ്റേറ്റിലായിരിക്കും. ഈ ആൽഫ സ്റ്റേറ്റിൽ നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു റേഡിയേഷൻ അല്ല, ഒരു ഫ്രീക്വൻസിയിൽ ഉള്ളൊരു എനർജി
പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു ലെവൽ വേറെ ആയിരിക്കും, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പിട്ട് വേറെ ആയിരിക്കും, ഉണർന്നിരിക്കുന്ന സമയത്ത് വേറെ ആയിരിക്കും. ഈ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് ആണ് ആൽഫ സ്റ്റേറ്റ്. ആ ഒരു സമയമാണ് വളരെയധികം പവർഫുൾ എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മളുടെ മസ്തിഷ്കം 8 മുതൽ 14 ഹെർട്സ് വരെയുള്ള ആൽഫ തരംഗങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. ഈ ആൽഫ വേവ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരുപാട് തരം, ഈ ആൽഫ സ്റ്റേറ്റ് നമുക്ക് വളരെയധികം ഫോക്കസ് കൂട്ടുവാനും നമ്മുടെ മെമ്മറി കൂട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിലേക്കുള്ള നമ്മുടെ കണക്ഷൻ ആ സമയത്ത് വളരെയധികം പെട്ടെന്നായിരിക്കും. നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് ഡയറക്റ്റ് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് എത്തപ്പെടും. അതേപോലെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ചെയ്താലും അത് ഡബിൾ എഫക്റ്റ് ആയിരിക്കും. വളരെ പെട്ടെന്ന് അത് എഫക്റ്റീവ് ആയിരിക്കുന്നതായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, ഞാനൊരു സർട്ടിഫൈഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണ്. അതേപോലെ തന്നെ സർട്ടിഫൈഡ് റേക്കി ഹീലറാണ്. അതുപോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള NLP ട്രെയിനറാണ്. ഞാൻ ഓൺലൈൻ കോച്ചിങ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ഓൺലൈൻ സെഷൻസ് നടത്തുന്നുണ്ട്, ഗ്രൂപ്പ് സെഷൻസും പേഴ്സണൽ സെഷൻസും നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺലൈൻ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതായത് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഈ ഒരു സെഷൻസ് വഴി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് തരിക, നിങ്ങളെ മെന്റലി സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾക്ക് അതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഓരോ സ്റ്റേജിലും അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ കോഴ്സുകൾ വഴി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പല പല വീഡിയോസ് യൂട്യൂബിൽ കണ്ട് പല പല ടെക്നിക്കുകൾ ഇങ്ങനെ ചെയ്യുന്നതിലും വളരെയധികം എഫക്റ്റീവാണ്. നിങ്ങളൊരു ട്രെയിനർ, അതായത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറിന്റെ അണ്ടറിൽ, അതായത് ആ ഒരു ട്രെയിനർ വഴി നിങ്ങളത് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്റ്റക്കായി പോകുന്ന അവസ്ഥയിൽ നിങ്ങൾ എന്താണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ ഏത് ഡയറക്ഷനിലോട്ടാണ് വിടേണ്ടതെന്ന് അവർക്ക് വളരെയധികം പെട്ടെന്ന് മനസ്സിലാവുകയും അവർക്കത് ഹെൽപ്പ് ചെയ്യുവാനും കഴിയും. അതുപോലെ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ കോഴ്സ് എന്ന് പറയുന്നത് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഏതൊരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യേണ്ടതാണ് ആദ്യം. അതേപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. ഈ കോഴ്സസുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ചേരാം. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വിവിധ മേഖലകളെ കുറിച്ചുള്ള ലോ ഓഫ് അട്രാക്ഷന്റെ തന്നെ വിവിധ മേഖലകളെ കുറിച്ചുള്ള വീഡിയോസുകൾ ഉണ്ട് ഈ ചാനലിൽ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. പറഞ്ഞ ടെക്നിക്ക്, അതായത് ഈ യൂണിവേഴ്സിനോട് ഇങ്ങനെ സംസാരിക്കുന്ന ടെക്നിക്ക്, ഇത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് എഫക്റ്റീവ് ആയിരിക്കും, എന്തൊക്കെ ടെക്നിക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. 369 ചെയ്യുന്നുണ്ട്, 777 ചെയ്യുന്നുണ്ട്, 555 ചെയ്യുന്നുണ്ട്, പില്ലോ മെത്തേഡ് ചെയ്യുന്നുണ്ട്, 2 കപ്പ് മെത്തേഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ടെക്നിക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞൊരു സീക്രട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും, ഇത് എഫക്റ്റീവ് ആയിരിക്കുമോ? കാരണം നമ്മൾ അതിനൊക്കെ ഇടുന്ന എഫോർട്ട് ഇതിനിടണ്ടല്ലോ, വെറുതെ നമ്മൾ ഇരുന്ന് സംസാരിച്ചാൽ പോരെ? ഒരിക്കലുമല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാ ടെക്നിക്കുകളും പ്രാക്ടീസ് ചെയ്തോളൂ. പക്ഷെ അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് നോക്കിക്കേ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കേ. വളരെയധികം എഫക്റ്റീവാണിത്. അതുമല്ല, നിങ്ങൾ ഒരുപാട് സ്പിരിച്വലായിട്ട് ഒരുപാട് ഹയർ ലെവലിൽ നിൽക്കുന്ന ആളുകളെ നോക്കുക, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷന്റെ അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്ന വ്യക്തികളെല്ലാം തന്നെ ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അതായത് ഇതിന് പല പേരുകൾ ഇട്ട് വിളിക്കാൻ പറ്റുമായിരിക്കും, പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. പക്ഷേ അവരുടെ എല്ലാ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ബേസ്ഡ് ആണ്. നമ്മളുടെ ലൈഫിലെ പ്രോബ്ലംസിന്റെ സൊല്യൂഷനിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ പോലുള്ള സാധാരണക്കാരോ എപ്പോഴും പ്രോബ്ലം മൈൻഡഡ് അല്ലെങ്കിൽ കംപ്ലൈന്റ് മൈൻഡഡ് ആണ്. നമ്മൾ എപ്പോഴും നമ്മളുടെ ഇല്ലായ്മകളെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് അത് കിട്ടിയിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. നമ്മളുടെ കംപ്ലൈന്റുകളാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ലൈഫിൽ കൂടുതൽ കംപ്ലൈന്റുകളും ഇല്ലായ്മകളും വന്ന് നിറയുന്നത്. അപ്പോൾ ഇത് ഇല്ലാതാക്കാൻ നമ്മളുടെ
മൈൻഡ് സെറ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ബേസ്ഡ് മൈൻഡ് സെറ്റ് ആക്കുക. അതായത് നിങ്ങൾക്കൊരു കാര്യം വേണം, നിങ്ങൾക്കൊരു ജോലി വേണം, ജോലി ഇല്ലേ എന്ന് പറയുന്നതിന് പകരം ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് തന്നതിന് നന്ദി യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ രാത്രി കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഡയറക്ഷൻസ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതല്ല നിങ്ങൾക്ക് വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളിലേക്ക് എത്തപ്പെടും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ, വളരെ നല്ല വ്യക്തികൾ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പരിചയമില്ലാത്ത ആളുകളായിരിക്കും, അവർ വരും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറി മറിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ വളരെയധികം പോസിറ്റീവ് മൈൻഡഡ് ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൊല്യൂഷൻ ബേസ്ഡ് മൈൻഡ് സെറ്റിലേക്ക് മാറുക. നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അതൊരിക്കലും വേറൊരാളുടെ കയ്യിലല്ല. നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിത വിജയത്തിനായിട്ട് പരിശ്രമിക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.